നമസ്കാരം. ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 5-ാം അധ്യായം. സത്യവതി എങ്ങനെയാണ് ശന്തനുവിൻ്റെ ഭാര്യയായതെന്ന് വിവരിക്കുകയാണ്. ഒരിക്കൽ ശന്തനു കാളിന്തി നദിയുടെ തീരത്ത് വിശ്രമിക്കാനെത്തിയപ്പോൾ എവിടെ നിന്നറിയാതെ ഒരു സുഗന്ധം വന്നു. അതിൻ്റെ ഉത്ഭവസ്ഥാനം അന്വേഷിച്ച് നടന്നപ്പോൾ സുന്ദരിയായ ഒരു തരുണിയെ കണ്ടു. അപ്പോൾ രാജാവ്, നീ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ഒരു ദാശപ്പെണ്ണാണ്, അച്ഛൻ്റെ ശാസനത്തിൽ കഴിയുന്നവളാണ് എന്ന് പറയുന്നു. സത്യമാണ് പറയുന്നതെന്നും അവൾ അറിയിക്കുന്നു. അപ്പോൾ രാജാവ് അവളോട് അപേക്ഷിക്കുന്നു, ഞാൻ നിന്നിൽ അനുരക്തനായിരിക്കുകയാണ്, എന്നെ വിവാഹം കഴിക്കൂ എന്ന് പറയുന്നു. ഞാൻ വിഭാര്യനാണ്, എൻ്റെ ഭാര്യ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, അതുകൊണ്ട് എന്നെ കല്യാണം കഴിക്കൂ, എൻ്റെ മനസ്സ് നിന്നിൽ ലയിച്ചു പോയി എന്ന് പറയുമ്പോൾ അവൾ പറയുന്നു, എൻ്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്, പക്ഷേ ഞാൻ സ്വതന്ത്രയല്ല, അച്ഛനാണ് എന്നെ അങ്ങേക്ക് വിവാഹം ചെയ്ത് തരേണ്ടത്, അതുകൊണ്ട് അദ്ദേഹത്തോട് പോയി ചോദിക്കുക എന്ന് സത്യവതി ശന്തനുവിനോട് പറയുന്നു. ഇനി അടുത്ത ശ്ലോകത്തിലെ വിവരണം എന്താണെന്ന് നോക്കാം. ശ്ലോകം 25. ന സ്വൈരിണീഹാസ്മ്യപിതാശപുത്രേ പിതുർവശോഹം സതതം ചരാമി സ ചേദ്ദദാതി പ്രഥിതപിതാ മേ ഗൃഹാണപാണിം വശഗാസ്മി തേഹം. ദാശപുത്രിയാണെങ്കിലും ഞാൻ സ്വൈരിണിയല്ല, അച്ഛൻ പറയുന്നത് കേട്ട് നടക്കുന്നവളാണ്. എപ്പോഴും പ്രശസ്തനായ എൻ്റെ അച്ഛൻ നൽകുന്ന പക്ഷം എന്നെ പാണിഗ്രഹണം ചെയ്യാം, ഞാൻ അങ്ങേക്ക് വശകയും ആണ്. ശ്ലോകം 26. മനോഭവസ്ത്വാ നൃപേ കിം ദുനോതി യഥാ പുനർമാം നവയൗവനാം ച ദുനോതി തത്രാപി രക്ഷണീയ ധൃതി കുലാചാര പരമ്പരാസു. രാജാവേ, നവയൗവനം പൂണ്ട എന്നെ വേദനിപ്പിക്കുന്നത് പോലെ കാമദേവൻ അങ്ങയെ വേദനിപ്പിക്കുന്നുണ്ടോ? വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും കുലം, ആചാര്യം, പാരമ്പര്യം ഇവയ്ക്ക് ചേരും മട്ടിൽ ധൈര്യം കൈക്കൊള്ളേണ്ടതല്ലേ? സൂത ഉവാച. ശ്ലോകം 27. ഇത്യാകർണ്യവചസ്തസ്യ നൃപതി കാമമോഹിത ഗതോ ദാശപതേർഗേഹം തസ്യായാചനഹേതവേ. അവൾ പറഞ്ഞത് കേട്ട് കാമമോഹിതനായ രാജാവ് അവളെ യാചിക്കാനായി ദാശപതിയുടെ വീട്ടിലേക്ക് പോയി. ശ്ലോകം 28. ദൃഷ്ട്വാ നൃപതിമായാന്തം ദാശോതി വിസ്മയം ഗതഃ പ്രണാമം നൃപതേ കൃത്വാ കൃതാഞ്ജലിർ അഭാഷത. തൻ്റെ വീട്ടിലേക്ക് വരുന്ന രാജാവിനെ കണ്ട ദാശൻ അത്യധികം വിസ്മയിച്ചു. രാജാവിനെ പ്രണമിച്ചിട്ട് കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു. ദാശ ഉവാച. ശ്ലോകം 29. ദാശോസ്മി തവ ഭൂപാല കൃതാർത്ഥോഹം തവാഗമേ ആജ്ഞാം ദേഹി മഹാരാജ യദർത്ഥം ഇഹ ചാഗമ. മഹാരാജാവേ, ഈ ഉള്ളവൻ അവിടുത്തെ ദാസനാണ്, അങ്ങയുടെ ആഗമനം കൊണ്ട് ഈ ഉള്ളവൻ കൃതാർത്ഥനായി. എന്താണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്, കൽപ്പിച്ചാലും. രാജോവാച. ശ്ലോകം 30.
ധർമ്മപത്നിം കരിഷ്യാമി സുതാമേതാം തവാനഘ ത്വയാ ചേദ്ദീയതേ മഹ്യം സത്യമേതദ്ബ്രവീമിതേ. അങ്ങയുടെ പുത്രിയെ അങ്ങ് നൽകുമെങ്കിൽ ഞാൻ ധർമ്മപത്നിയായി സ്വീകരിച്ചു കൊള്ളാം. ഇപ്പറയുന്നത് സത്യമാണ്. 30 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. അധ്യായം 5. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.